മാസ്റ്റർ വിജയ് ചെയ്യുന്ന ഒരു രീതിയിൽ എന്തിനാണ് ഇയാൾ കുടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരാളുടെ അടുത്ത് ഓരോ സിനിമാ കഥ പറയുന്ന ഒരു രീതിയുണ്ട് അദ്ദേഹം. ഓരോരുത്തരുടെയും ജസ്റ്റിഫിക്കേഷൻ ആയിട്ട് ഓരോ സിനിമാ കഥ പറയുക ചെയ്യും. അപ്പോൾ ഈ അമ്മയ്ക്കും അങ്ങനെ എവിടെയോ ഈ മറ്റുള്ളവരുടെ ഐഡന്റിറ്റികളിലോ അല്ലെങ്കിൽ വേറെ വേറെ കഥകളിലോ ജീവിക്കുന്ന ഒരു ഇഷ്ടമുണ്ട്. അപ്പൊ ഇത് ഇവർക്ക് ഭയങ്കര എൻജോയ്മെന്റ് തരുന്ന ഒരു ഏരിയ ആണ്. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടോ? അങ്ങനെ എക്സ്പ്ലെയിൻ ഒന്നും അങ്ങനെ അത് അവരുടെ ഇഷ്ടം കാരണമല്ല കേട്ടോ അവരത് ചെയ്യുന്നത്. വൃത്തികേട് കൊണ്ടാ, വേറെ ഓപ്ഷൻ ഇല്ല അവർക്ക്, അത് കാരണമാണ് അവർ ചെയ്യുന്നത്. പക്ഷെ ഷീ മേക്സ് ഇറ്റ് പ്ലേഫുൾ ഫോർ ബാലൻ ടു എൻജോയ് ഇറ്റ്. അല്ലാതെ അവൻ എങ്ങനെയാണോ ഇത് ചെയ്യിപ്പിക്കുക, ഓക്കെ ഇഫ് ഹീസ് എൻജോയിങ് ഇറ്റ്, ഇഫ് ഇറ്റ്സ് പ്ലേഫുൾ ഫോർ ഹിം, എന്നാൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ ഹിം ടു ഗെയിൻ ദാറ്റ് സ്കിൽ. ഒരു കുട്ടിയാകുമ്പോൾ നമ്മൾ ആ രീതിയിൽ എന്താണ് കളിയിലൂടെയാണല്ലോ നമ്മൾ പഠിപ്പിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് അത് ആക്ച്വലി കണ്ടത്. പക്ഷെ ഞങ്ങളോട് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ ക്യാരക്ടറിന് മൊത്തത്തിൽ ഈ പറഞ്ഞ ഒരു അടിമഭാവം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ടോവിനോയുടെ ക്യാരക്ടറിന്റെ ഒക്കെ അടുത്ത്. അതായത് ഇയാൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ട്, എന്നാൽ അയാൾക്ക് മറ്റാളുടെ അടുത്ത് വീട്ടിൽ പോകാനും പറ്റില്ല. അതാണല്ലോ എല്ലാവരും പോയിട്ട് അബ്ബയുടെ കൂടെ അയാൾ മാത്രം നിൽക്കുന്നത്. ഈ അബ്ബയും പവിത്രനും യങ് പവിത്രനും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. ഇപ്പൊ ടോവിനായിട്ടുള്ള സീക്വൻസുകൾ ഉണ്ടല്ലോ, ഈ തർക്കമൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ തമ്മിൽ, എന്തിനാണ് നമ്മൾ ഇത് ചെയ്യണത്, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ, നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഈ തർക്കത്തിനൊക്കെ മുമ്പ് ഒരു ഇംപ്രൂവൈസേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമൊക്കെ ഉണ്ടായിരുന്നു. അത് ഇപ്പൊ സ്ക്രിപ്റ്റ് അയച്ചു തരും. അപ്പൊ അത് നോക്കി അഭിനയിക്കുന്നതിന് മുമ്പ് ചിതു സാറ് അടുത്ത് വിളിച്ച് കസേര പറഞ്ഞു തരുത്, ഇതുപോലെയാണ് ചെയ്യേണ്ടത്. പിന്നെ ചന്തുചേട്ടൻ, ഗണിച്ചേട്ടൻ എല്ലാവരും പറഞ്ഞു. ഇപ്പം ആളായിട്ടുള്ള സീക്വൻസിൽ ഒരുപാട് ഇമോഷണൽ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടുവേർഡ്സ് ദ ക്ലൈമാക്സ് ഒക്കെ പറയുന്നത്. അതിനകത്ത് ഭയങ്കര ക്യൂട്ടായിട്ടൊരു ഏരിയയും കൂടി വെച്ചിട്ടുണ്ടല്ലോ. ഈ അബ്ബേനങ്ങനെ മൊത്തത്തിൽ വിട്ടുകൊടുക്കൊന്നുമില്ലല്ലോ അയാൾ, അതെനിക്ക് പറയാൻ പറ്റില്ല, സ്പോയിലറായി പോകും. അപ്പം ആ ഒരു ഏരിയ ഒക്കെ പെർഫോം ചെയ്യുമ്പോൾ അതിനൊരു കൈയടക്കം കൂടി വേണമല്ലോ. അത് മൊത്തത്തിൽ സ്പൂൺ ഫീഡ് ചെയ്തിട്ടില്ല പ്രേക്ഷകർക്ക്. ഞാൻ പറയുന്ന സീക്വൻസ് മനസ്സിലായല്ലോ. അതങ്ങനെ തന്നെ ചെയ്യണം, ഇത്രയും റിവീൽ ചെയ്താൽ മതി, അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം അവിടെ നിന്ന്. അതങ്ങനെ തന്നെ ഷൂട്ട് ചെയ്തേക്കണം. ഓക്കെ അല്ലാണ്ട് നമ്മൾ കാണുന്ന വേറൊരു വേർഷൻ ഒന്നും ഇല്ല, അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ? വേറൊരു വേർഷൻ ചെറിയ ഇതും കൂടെ ഉണ്ട്. അത് നമ്മള് പറയണോ പറയണ്ടേന്ന് അത് പറഞ്ഞാൽ ഇറ്റ് സ്പോയിൽ ഇറ്റ് ഫോർ ദി ഓഡിയൻസ് ആക്ച്വലി. കാരണം ഇത് അവര് ചിന്തിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു സാധനമാണ്. അപ്പൊ ഐ തിങ്ക് വി ഷുഡ് ലീവ് ഇറ്റ് ടു ദം. ഇപ്പം ഇവരുടെ ഒബ്സർവേഷൻ സ്കിൽ ഉണ്ടല്ലോ ഈ ലേഡിയുടെ. അപ്പൊ അവര് പത്രത്തിൽ വായിക്കുന്നത് മൊത്തം കാണാതായപ്പെട്ട ആളുകളെ പറ്റിയിട്ടും അല്ലെങ്കിൽ ജോലിക്കുള്ള അവസരങ്ങളെ പറ്റിയിട്ടും ഒക്കെയാണ്. വേറെ ഒന്നും അവർ പത്രത്തിൽ വായിക്കുന്നില്ല, അല്ലെങ്കിൽ നോക്കുന്ന മൊത്തം ഈ ID കാർഡുകളെ പറ്റിയിട്ടാണ്. അവർക്ക് ആകെ പേടിയുള്ളത് അവർ ഓൾറെഡി എൻ്റർ ആയിട്ടുള്ള വേൾഡിൽ ആരെങ്കിലും അവരെ പുതിയ വേൾഡിലേക്ക് തിരിച്ചു വരുമ്പോഴാണ്. ഈ കാര്യങ്ങളിലൊക്കെയാണ് ശ്രദ്ധിക്കുന്ന ഒരു ലേഡിയാണ്. ഇങ്ങനെയൊക്കെ തന്നെയാണോ ചിദംബരത്തിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നത്? അങ്ങനെ ഇങ്ങനത്തെ ഒരു ഡിസ്ക്രിപ്ഷൻ ഒന്നും ആക്ച്വലി തന്നിട്ടുണ്ടായിരുന്നില്ല. ജിത്തു എഴുതിയ സ്ക്രിപ്റ്റില് എന്താണ് ഓരോ സീനിലും നടക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ അവളുടെ പാസ്റ്റ്, എന്താണ് മുമ്പ് നടന്ന കാര്യങ്ങൾ, അതൊക്കെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വർക്ക്ഷോപ്പ് ചെയ്ത സാധനമാണ്. സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ അങ്ങനെ ഈ രീതിയിലാണ് ഇവൾ, അങ്ങനെയൊന്നും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഈ ഇപ്പൊ 3-4 ക്യാരക്ടേഴ്സ് എടുക്കുന്നുണ്ടല്ലോ ഈ ലേഡി. ഇന്ദു ഉണ്ട്, ഷെർലി ഉണ്ട്, പിന്നെ മേരി ഉണ്ട്. ആരാ പ്രിയപ്പെട്ടത്? എനിക്ക് എല്ലാവരും ആസ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം അവരില്ലെങ്കിൽ ഷെർലി അവിടം വരെ എത്തില്ല നമ്മള്. പക്ഷെ എൻ്റെ ഫേവറേറ്റ് ഷെർലി തന്നെ. അത് എന്താണ് പെർഫോം ചെയ്യാൻ ആക്ച്വലി ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്ത ഒരു ക്യാരക്ടറാണ് ഷെർലി. അമ്മമാരുടെ കൂടെ ഉള്ള സീൻസ്, പിന്നെ ബീന ചേച്ചിന്റെ കൂടെ ഉള്ള സീൻസ്, പിന്നെ മേരി ആയപ്പോ എന്താണ് ആട്ടം ഡയറക്റ്റ് ചെയ്ത്, അതെ ഉഫ് അമേസിങ് ഫൺ. അത് പുള്ളിന്റെ കൂടെ ഒരു സീൻ ചെയ്യുമ്പോൾ ഭയങ്കര ജനറസാ, നമുക്കിങ്ങനെ തന്നോണ്ടിരിക്കും ഇൻപുട്ട് അപ്പൊ തരുന്ന സാധനം കുറെ ഉണ്ട്, അതിന്റെ കൂടെ കളിക്കാൻ കുറെ ഉണ്ട്. സോ ഡാം ഫൺ. ബൈബിളിൽ 2 വചനമൊക്കെ ഡാം ഫണ്ണി. വരുന്നതാണോ? അത് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ സീനിന്റെ മുന്നേ 1-2 പ്രാവശ്യം വർക്ക്ഷോപ്പ് ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ പ്രെപ്പൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതെല്ലാം പുള്ളിയായിരുന്നു കേട്ടോ. ഹീസ് അമേസിങ്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരുള്ള സീക്വൻസിലെ ആദ്യം ഫസാനയുടെ സീക്വൻസിൽ ഏറ്റവും അധികം ടേക്ക് പോയത് അല്ലെങ്കിൽ ഏറ്റവും അധികം കോംപ്ലിക്കേറ്റഡ് ആയി പോയ സീക്വൻസ് ഏതാണ്? എല്ലാവരും ഈ തോക്ക് സീക്വൻസിനെ പറ്റി പറയുന്നുണ്ട്. അമ്മച്ചിയുടെ ഇൻട്രൊഡക്ഷനില് ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോ ഇപ്പത്തെ ഒരാൾ കൈപ്പൊന്തിച്ച് നിൽക്കുന്നു, ആ സീക്വൻസ് ആണോ ഏറ്റവും അധികം ടഫ് ആയിരുന്നത്, അതോ സ്കൂൾ സീക്വൻസ് ആണോ? എനിക്ക് എന്റെ മെയിൻ ടഫ് സീക്വൻസ് എന്ന് പറഞ്ഞാല് ഇവനോട് ദേഷ്യപ്പെടുന്ന
അതെനിക്ക് അത് തീരെ വരില്ല. ഞാൻ ഓൾറെഡി ഞാൻ കുട്ടികളുടെ കൂടെയാണ് എന്റെ ജോലി. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ യൂഷ്വലി അങ്ങനെ ആരോടും ഐ ഡോണ്ട് സ്ക്രീം ഓർ ഷൗട്ട്. അപ്പൊ അത് ഇവന്റെ മുഖം നോക്ക്, ഈ മുഖം നോക്കിട്ട് എങ്ങനെയാ. സോ ദാറ്റ് വാസ് വെരി ഹാർഡ് ഫോർ മീ പേഴ്സണലി. ഈ ഫർസാന ഇങ്ങനെ കോളറൊക്കെ പിടിച്ചിട്ടൊക്കെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്നുണ്ടല്ലോ, പേടിച്ചോ ശരിക്കും? അത് ശരിക്കും പേടിച്ച്. ഇപ്പൊ ഈ സിനിമയ്ക്ക് ശേഷം നിങ്ങളുടെ ഒരു ലൈഫിൽ വന്നിട്ടുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ആളുകളെ തിരിച്ചറിയുന്നത് അതൊക്കെ ഏത് ലെവലിലാണ് സർ? പടം കണ്ട് കുറെ പേര് മെസ്സേജ് അയക്കാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് മെസ്സേജ്. പിന്നെ വീട്ടുകാർക്കായാലും ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഈ ആളുകൾ ഉപദേശിച്ചിട്ടുണ്ടോ ഈ സിനിമയുടെ പിന്നിൽ പോയിട്ട് എന്ത് കിട്ടാനാണ്, അങ്ങനെ ഉപദേശിച്ചവരുണ്ടോ? അങ്ങനെ ആദ്യം ഇത് വീട്ടുകാർക്കൊന്നും ഇത്ര ഇതായില്ല, കൺഫേം ആണെന്നൊന്നും ആരും പറഞ്ഞില്ല. എന്നോട് ഫസ്റ്റ് ഡേ ചെന്നപ്പോ തന്നെ ഈ അഭിനയിച്ച മുടി ഹെയർ കട്ട് ചെയ്തെന്നാ പറഞ്ഞു. അപ്പൊ ഞാൻ മുടി വളർത്തേണ്ടെന്ന് വീട്ടുകാരോട് പറഞ്ഞു. അപ്പൊ പിന്നെ അപ്പോഴൊന്നും വിശ്വാസമായില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ അഗ്രിമെന്റ് സൈൻ ചെയ്യാൻ വിളിപ്പിച്ചു. അപ്പോഴാണ് ഇത് ശരിക്കുള്ളതാണ് മനസ്സിലായത്. സിനിമ കണ്ടതിന് ശേഷം ഉമ്മയും പാപ്പൊക്കെ വളരെ സന്തോഷമായി, പ്രൗഡാണ്. ഇപ്പൊ ഈ ഒരു ടീമിന്റെ ഭാഗമാണെന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടല്ലോ. നമ്മുടെ ഒരു ഫിലിമോഗ്രഫിയിൽ ഒരു സിനിമ വരിക അല്ലെങ്കിൽ അതിന് നമുക്ക് ആഡ് ആവുന്ന ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടല്ലോ, അതിനെ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? അയ്യോ, അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഇതെന്റെ ഫസ്റ്റ് ഫിലിമാണ്. അപ്പോ ഏതൊരു സിനിമ ആഗ്രഹിക്കുന്ന ഒരാൾക്കും ഒരു ആഗ്രഹം ഉണ്ടാവും. കാരണം എന്റെ ഫസ്റ്റ് പടം ഒരു നല്ലൊരു ക്രൂവിന്റെ കൂടെ, ഈവൻ അത് ക്യാരക്ടർ റോൾ ആണെങ്കിലും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റണം, നല്ല രീതിയിൽ പോകണം എന്നൊക്കെ. ആൻഡ് അതിൽ ഞാൻ ഭയങ്കര ലക്കിയാണ്. പിന്നെ ഫസ്റ്റ് ഒക്കെ ഇതിൽ കിട്ടിയെന്ന് പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചിരുന്നില്ല, ദൈവമേ ശരിക്കും കിട്ടിയോ, ഇനി ചുമ്മാ പറയുന്നതാണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് സെറ്റിൽ പോയി ഞാൻ എന്റെ സീൻ അഭിനയിക്കാൻ തുടങ്ങുമ്പോഴാണ് ഓക്കെ ഞാൻ ഈ ഫിലിമിലുണ്ട്. പിന്നെ ഈ ക്യാരക്ടർ ആണെങ്കിലും സിസിലി എന്നുള്ളൊരു ക്യാരക്ടർ ആണെങ്കിലും ഇത്രയ്ക്കും ഇതിന് ഡെപ്ത് ഉണ്ട് എന്നുള്ളത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോസസ്സിലായിരുന്നു ഞാൻ മനസ്സിലാക്കിയത്. ആദ്യമൊക്കെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഓക്കെ ചെറിയൊരു റോളായിരിക്കും, ഇങ്ങനെയായിരിക്കും. പിന്നെ ഷൈജുക്ക് എന്നോട് ചോദിച്ചു, ഇത്രയൊക്കെ ചെയ്യാനുണ്ടെന്ന് വിചാരിച്ചില്ലാലേ എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. പെട്ടെന്ന് ഇങ്ങനെ ഓരോ സീൻസ് ചെയ്യുമ്പോഴും ഞാനിങ്ങനെ ആ ക്യാരക്ടറിനെ പറ്റി കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചു. ആൻഡ് പവിത്രൻ റെഡ് ഫ്ലാഗ് ആണെന്ന് തിരിച്ചറിയുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് പിന്നീട് സിസിലിയെ കിട്ടാതെ പോയത് കൊണ്ടുകൂടിയാണ് പവിത്രൻ ഒരു മോൺസ്റ്ററായി മാറുന്നത്. അത് തിയേറ്ററിൽ ഇരിക്കുമ്പോഴാണ് അറിയുന്നത്? അല്ലല്ല, അതൊക്കെ അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു. പിന്നെ പവിത്രൻ അതുകൊണ്ട് മാത്രല്ല, അതിന് മുൻപും ഒരു സീനില് പവിത്രൻ എങ്ങനെയാണ്, പുള്ളി എങ്ങനെയാണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. സോ അതിന്റെ കൂടെ ഞാനും കൂടി പോയി എന്നറിഞ്ഞപ്പോ അതൊന്ന് ആഡ് ഓൺ ആയിന്നേ ഉള്ളൂ. എപ്പോഴെങ്കിലും ജിത്തുവിനോടോ ചിതുവിനോടോ ചോദിച്ചിട്ടുണ്ടോ എന്താണ് ഈ അമ്മയുടെയും മകന്റെയും ശരിക്കുള്ള പേരുകളെന്ന്? ഇല്ല, ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷെ എനിക്കറിയാം, ഞാൻ തന്നെ ഉണ്ടാക്കിയ 2 പേരുകളുണ്ട്. അത് എനിക്ക് മാത്രമേ അറിയാം.